കണ്ണൂരിലേക്കാണ് നമ്മൾ ഇനി അടുത്ത് പോകേണ്ടത്. ബിജീഷ് ഗോവിന്ദനുണ്ട്. ബിജീഷ്, കഴിഞ്ഞ കുറി 80-ന് മുകളിൽ പോളിംഗ് പെർസെന്റേജ് വന്നൊരു ജില്ലയാണ്. ഇക്കുറിയും ഹൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഹോട്ട് സീറ്റുകൾ അനവധിയുള്ള ജില്ലയിൽ ഉച്ചവരെ പിന്നീട് 6 മണിക്കൂർ പിന്നിടുമ്പോൾ എന്താണ് അവസ്ഥ ബിജീഷ്? സൈഫുദ്ദീൻ, ഇതിനകത്ത് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് 1:10 വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. അതിനകത്ത് 47 നമ്മുടെ പോളിംഗ് ശതമാനം ഉയർന്നിരിക്കുന്നു. 47% പോളിംഗ് ഉയർന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. നേരത്തെ സൈഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ പോളിംഗ് ശതമാനം ഇത്തവണയും 80 കഴിയും എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തളിപ്പറമ്പ്, പയ്യന്നൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ അതീവ നിർണായകമാണ്. അവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. പയ്യന്നൂരിൽ ഇപ്പോൾ 49.85% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തളിപ്പറമ്പിൽ 49.86%. അതായത് തളിപ്പറമ്പിലാണ് പയ്യന്നൂരിലേക്കാൾ 0.1% വോട്ട് ഇപ്പോൾ കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൊട്ടു പിന്നാലെ പയ്യന്നൂരുണ്ട്. അതിനു പിന്നാലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊന്ന് 48.12% മട്ടന്നൂരാണ്. മട്ടന്നൂരിലും പോളിംഗ് ശതമാനം ഉയരുകയാണ്. ഒപ്പം തന്നെ മറ്റു മേഖലകളിലെല്ലാം തന്നെ പോളിംഗ് ഉയരുന്നൊരു കാഴ്ചയാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരാണ്. കണ്ണൂർ മണ്ഡലത്തിൽപ്പെട്ട തളാപ്പ് മിക്സഡ് സ്കൂളിലാണ്. ഇവിടെ ഇപ്പോൾ പോളിംഗ് വളരെ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു 12 മണിക്ക് ശേഷം പോളിംഗ് ശതമാനത്തിനകത്ത് കുറവ് വന്നിട്ടുണ്ട്. രാവിലത്തെ ആ ഒരു വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല പല പോളിംഗ് ബൂത്തുകളിലും. കാരണം കനത്ത ചൂടാണ്. അതിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ ആ പോളിംഗിൽ കാണാനുണ്ട്, പ്രതിഫലിക്കുന്നുമുണ്ട്. കാരണം വോട്ടർമാർ ഇനിയിപ്പോൾ ഒരു 3 മണിക്ക് ശേഷം മാത്രമേ പോളിംഗ് ബൂത്തിലേക്ക് വരാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പോളിംഗ് ഇപ്പോൾ മന്ദഗതിയിലേക്ക് പോകുന്നു. ഏതായാലും തളിപ്പറമ്പും പയ്യന്നൂരുമാണ് ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള സ്ഥലം. അവിടെ കനത്ത തരത്തിലുള്ള പോളിംഗ് തന്നെ നടന്നിരിക്കുന്നു എന്നുള്ളത് വേണം ഉച്ചവരെയുള്ളൊരു കണക്ക് വെച്ച് നോക്കുമ്പോൾ പറയാൻ. 49.85% പയ്യന്നൂരിൽ, 49.86% തളിപ്പറമ്പിൽ, തലശ്ശേരിയിൽ 44.68, അതുപോലെ തന്നെ ഇരിക്കൂറിൽ 47.29, അഴീക്കോട് മറ്റൊരു ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന സ്ഥലമാണ്. അവിടെ 46.07% പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കണ്ണൂർ മണ്ഡലത്തിൽ ഇതുവരെ 44.52% പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ധർമ്മടം, മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്ത് 47.06% പേരാണ് ഉച്ചയ്ക്ക് 1 മണിവരെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തലശ്ശേരി മണ്ഡലത്തിൽ 44.77%, കൂത്തുപറമ്പിൽ 47.3% പേർ വോട്ട് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മട്ടന്നൂരിൽ 48.12 ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ പേരാവൂരിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ 47.89% പേരാണ് 1 മണിവരെയുള്ള വോട്ടിൽ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും അക്രമ സംഭവങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പല സ്ഥലങ്ങളിലും ആശ്വാസകരമായ വാർത്തകളാണ് കണ്ണൂരിൽ നിന്ന് വരുന്നത്. കാരണം പ്രത്യേകിച്ച് ഒരുപാട് ഓക്സിലറി ബൂത്തുകളും പ്രശ്നസാധ്യതാ ബൂത്തുകളും ഒക്കെ ഉള്ള ജില്ലയാണ് കണ്ണൂരിൽ. അവിടെ ഒരു പ്രശ്നവും ഇതുവരെ കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ബിജീഷ് പറയുന്നത്. ഒപ്പം വലിയ പോളിംഗ് ശതമാനം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ തവണ 80-ലധികം പോളിംഗ് ശതമാനം പോയ ജില്ലയാണ് കണ്ണൂർ. ഇത്തവണ അതിനു മുകളിലേക്ക് പോളിംഗ് ശതമാനം പോകാനുള്ള സാധ്യത